പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവൻ്റെ വഴി എന്ന ഈ ശുശ്രൂഷയിലൂടെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കാം. കരുണയുള്ള ദൈവമേ, നല്ല യേശുവേ, ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരമായി കാൽവരിയിൽ യാഗമായി തീർന്ന കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ജീവിതത്തിൻ്റെ നിലവാരം എത്ര തകർന്നടിഞ്ഞതാണെങ്കിലും കർത്താവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെ ഈ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്ന അടിയങ്ങളും ഞങ്ങളെ ശ്രവിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടണം. എല്ലാവരും ദൈവരാജ്യത്തിനായി ശുദ്ധീകരിക്കപ്പെടണം. ഇൻ ജീസസ് നെയിം, ആമേൻ. ജഗദീശ്വര, നിൻ പാദം നമിക്കുന്നു ഞാൻ. പാഹിമം ജഗദീശ്വര, നിൻ പാദം നമിക്കുന്നു ഞാൻ. പാദം നമിക്കുന്നു ഞാൻ. ഭൂമിയുമതിനുടെ പൂർണ്ണതയും ഭൂതലവും അതിൻ നിവാസികളും. ഭൂമിയുമതിനുടെ പൂർണ്ണതയും ഭൂതലവും അതിൻ നിവാസികളും. പക്ഷിമൃഗാദികൾ പറവജാലങ്ങളും എല്ലാം ചമച്ചൊരു സർവേശ്വര. പക്ഷിമൃഗാദികൾ പറവജാലങ്ങളും എല്ലാം ചമച്ചൊരു സർവേശ്വര. നിൻ പാദം നമിക്കുന്നു ഞാൻ. പാഹിമം ജഗദീശ്വര, നിൻ പാദം നമിക്കുന്നു ഞാൻ. പാദം നമിക്കുന്നു ഞാൻ.
സർവചരാചരം ആകെവൈ സൃഷ്ടിച്ച ദൈവമേ, പാരിതിലീ കാണും സർവചരാചരം ആകവെ സൃഷ്ടിച്ച ദൈവമേ, പക്ഷിയായി മടങ്ങുന്നു പാദാന്തികേ, നിത്യനാം ദൈവമേ സ്തുതി നിനക്ക്. ഭക്തിയായി വണങ്ങുന്നു പാദാന്തികേ, നിത്യനാം ദൈവമേ സ്തുതി നിനക്ക്. നിൻ പാദം നമിക്കുന്നു ഞാൻ. പാഹിമം ജഗദീശ്വര, നിൻ പാദം നമിക്കുന്നു ഞാൻ. പാഹിമം ജഗദീശ്വര, നിൻ പാദം നമിക്കുന്നു ഞാൻ. പാദം നമിക്കുന്നു ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവന്റെ വഴി എന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചേർന്ന് വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം തന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, കഴിഞ്ഞ ആഴ്ചയിൽ നാം ശ്രമിച്ചതായ ദൈവവചനത്തിന് തുടർച്ചയായി അതേ കുഷ്ഠരോഗി അവൻ്റെ പാപകുഷ്ഠത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നസ്രായനായ യേശുവിൻ്റെ തിരുസന്നിധിയിൽ മുഴങ്കാലം മടക്കി, കർത്താവേ നിനക്ക് മനസ്സുണ്ടോ എന്നെ ശുദ്ധനാക്കുവാൻ, അതേ യേശു തൊട്ടവന് സൗഖ്യം കൊടുത്തു. നാം ചിന്തിച്ചു, ദൈവമക്കളെ കഴിഞ്ഞയാഴ്ച ചിന്തയിൽ ആ കുഷ്ഠരോഗിയുടെ പാപകുഷ്ഠത്തിന്മേൽ വിടുതൽ ലഭിക്കുവാൻ ആ ശുദ്ധമുള്ള 2 പക്ഷിയെയും ആ മൺകുടത്തിലെ നീരുറവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് അതിനെ അറുത്ത് അതിൻ്റെ രക്തത്തിൽ ജീവനുള്ള പക്ഷിയെ മുക്കി അതിനെ പറത്തിവിടുമ്പോൾ കർത്താവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയും ദൃഷ്ടാന്തീകരിക്കുമ്പോൾ നാം ശ്രവിച്ചു, പാപകുഷ്ഠത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ അറുക്കപ്പെട്ടതായ കുഞ്ഞാടിൻ്റെ രക്തം, ആ ശുദ്ധമുള്ളതായിരിക്കുന്ന ആ പക്ഷിയുടെ രക്തം നമ്മുടെ കർത്താവിൻ്റെ രക്ഷാനുഭവത്തെയും ക്രൂശ് മരണത്തെയും ഉയർപ്പിനെയും ദൃഷ്ടാന്തീകരിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകനിലൂടെ ഈ ക്രൂശ് മരണത്തെക്കുറിച്ച്, ആ രക്തതളിപ്പിനെ കുറിച്ച് ഇങ്ങനെ യെശയ്യാ പ്രവാചകനിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശുദ്ധമുള്ള യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 6-ാം തിരുവെഴുത്ത്, അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും ഞാൻ കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്നെയും തുപ്പലിനുമായി മറച്ചിട്ടില്ല. ദൈവമക്കളെ, ഗെത്സമൻ തോട്ടത്തിൽ അതേ ഇസ്കരിയോത്ത് യൂദാ ചുംബനം കൊണ്ട് തൻ്റെ പ്രാണപ്രിയനെ ഒറ്റിക്കൊടുക്കുമ്പോൾ, അതേ മഹാപുരോഹിതന്റെ സേവകർ യൂദ ചുംബിക്കുന്നതായി യേശുവിൻ്റെ മേൽ ചാടി വീണ് മഹാപുരോഹിതന്റെ സേവകന്മാരിൽ ഒരുത്തൻ എൻ്റെ കർത്താവിൻ്റെ കവിളിൽ ആഞ്ഞിടിക്കുകയാണ്. ശിഷ്യന്മാരിൽ തലവനായിരിക്കുന്ന പത്രോസ് തൻ്റെ ഗുരുനാഥന് ഇടിക്കുന്ന ആ മൽക്കോസ് എന്ന് പറയുന്ന സേവകന്റെ തൻ്റെ അരയിൽ കിടന്ന വാൾ വലിച്ചൂരി അവൻ്റെ കാതറുക്കുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. അവിടെ കൊല്ലപ്പെടാനുള്ള കുഞ്ഞാട്, അറുക്കപ്പെടുവാനുള്ള ശുദ്ധമുള്ള പക്ഷി, നസ്രായനായ യേശു പത്രോസിനെ തടഞ്ഞുകൊണ്ട് പറയാണ്,
പത്രോസേ, വാൾ ഉറയിലിടുക. വാൾ എടുക്കുന്നവൻ വാളാൽ. ശുദ്ധമുള്ള യോഹന്നാന്റെ രക്ഷാസുവിശേഷം 18-ാം അധ്യായം 10-11 തിരുവെഴുത്തുകൾ. ദൈവമക്കളെ, ഞാനും നിങ്ങളും പരിശോധിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം അവിടെ കാണുന്നത്. യേശു പത്രോസിനോട് വാൾ ഉറയിലിടുക. പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതാകുന്നു. ദൈവമക്കളെ, കർത്താവ് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കർത്താവിനെ കാണുവാൻ കഴിയും. അതാണ് ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് മഹത്വമുള്ളവനായിരിക്കുന്ന പ്രവാചകനായ യെശയ്യാ ഈ പ്രവചനമാണ്, ഈ തിരുവെഴുത്താണ് വിളിച്ചു പറയുന്നത്. അടിക്കുന്നവർക്ക് എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനുമായി മറച്ചിട്ടില്ല. അവർ അവനെ പിടിച്ച് ബന്ധിച്ചു. നമുക്കറിയാം, ഉണക്ക ചുള്ളികളായിരിക്കുന്ന യഹൂദന്മാർ, ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കുന്ന അഖിലാണ്ടത്തിൻ്റെ ഉടവനായ നസ്രായനായ യേശുവിനെ പിടിച്ച് ബന്ധിക്കുന്നു. കന്നാന്റെയും കയ്യപ്പാവിൻ്റെയും മതകോടതിയിൽ എൻ്റെ കർത്താവ് രോമം കത്രിക്കുന്നതിന് മുമ്പിൽ ഒരു കുഞ്ഞാടിനെ പോലെ ഊമനായി നിൽക്കുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. ചിലർ അവൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്നുണ്ട്. പത്രോസേ, നിന്റെ ഗുരുനാഥൻ്റെ മുഖത്ത്, അതേ മഹാപുരോഹിതന്റെ സേവകനായ മൽക്കിയോസേ, നീ മുട്ടി ചുരുട്ടി ഇടിച്ചപ്പോൾ മാനുഷികമായ ക്ഷിപ്രമായിരിക്കുന്ന പ്രതികരണമായിരുന്നു തൻ്റെ വാൾ ഊരി സേവകന്റെ കാത് അറുത്തത്. ഇവിടെ എനിക്ക് നിങ്ങൾക്കും വലിയൊരു മാതൃക എൻ്റെ കർത്താവ് കാണിച്ചു തരികയാണ്. ദൈവമക്കളെ, അവൻ കുനിഞ്ഞ് വെട്ടേറ്റ് പിടഞ്ഞു കിടക്കുന്ന ആ ചെവി അത് എടുത്ത് ആ പടയാളിയുടെ യഥാസ്ഥാനത്ത് അതേ വെച്ച് അവന് സൗഖ്യം കൊടുക്കുന്ന ഒരു കർത്താവിനെ. എന്തിനാണ് അവൻ അടിയേറ്റത്? എന്തിനാണ് എൻ്റെ കർത്താവ് മുഖത്ത് തുപ്പലേറ്റത്? കുഞ്ഞേ, കന്നാനും കയ്യാപ്പാവിനും അവൻ്റെ കുറ്റം കണ്ടെത്തുവാൻ തെളിയിക്കുവാൻ കഴിഞ്ഞില്ല. തുടർന്ന് പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക് പോത്തോറിൽ മണ്ഡപത്തിൽ നിന്നുകൊണ്ട് തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്യുന്ന പീലാത്തോസ്, അവൻ്റെ ഭാര്യ പറയുന്നുണ്ട്, ഈ നീതിമാന്റെ രക്തത്തിൽ നീ കൈകടത്തരുത്. ഇന്നലെ രാത്രി എനിക്കൊരുപോലെ കണ്ണുപോലും ഉറങ്ങുവാൻ കഴിയുന്നില്ല. പീലാത്തോസ് ഭയവികലനായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വീണ്ടും പീലാത്തോസ് ഹെറോദോസിൻ്റെ അടുക്കലേക്ക്, ആ നാളിലെ രാജാവായിരിക്കുന്ന ഹെറോദോസിൻ്റെ അടുക്കൽ യേശുവിനെ അയക്കുന്നു. ഹെറോദോസിനും ഒരു കുറ്റവും കാണുവാൻ തെളിയിക്കുവാൻ കഴിയുന്നില്ല. എന്തിനാണ് കുഞ്ഞെ? നാം ആ മുഖചിന്തയിൽ വായിച്ചില്ലേ? കുഷ്ഠം പിടിച്ച, പാപകുഷ്ഠം പിടിച്ച ആ വ്യക്തി നസ്രായനായ യേശുവിന് മുമ്പിൽ നെടുമ്പാട് വീണിട്ട് യേശുവിൻ്റെ പൊന്നുമുഖത്ത് നോക്കി ചോദിച്ച ചോദ്യമാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടോ എന്നെ ശുദ്ധനാക്കുവാൻ? ഇന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വചനം ശ്രവിക്കുന്ന ദൈവ പൈതലേ, നീ ഏത് പാപത്തിൻ്റെ അനുഭവത്തിലാണ് ഈ വചനം കേൾക്കുന്നുവെങ്കിൽ ആ കുഷ്ഠരോഗിയുടെ പോലെ ദൈവസന്നിധിയിലേക്കൊന്ന് മുഴങ്കാലം അടക്കാൻ കഴിയുമോ? യേശു കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചൂട്ടിൽ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കുവാൻ കഴിയുമോ? കർത്താവ് പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളെ, ഞാൻ നീതിമാന്മാരെ തേടി വന്നതല്ല, 99 ഇട്ടിട്ട് കാണാതെ പോയി ഒന്നിനെ തേടി വന്ന കർത്താവ് ഇന്ന് രാത്രി ഒരുപക്ഷേ നിന്നെ ലോകം ഒരു മദ്യപാനിയായി, ഒരു വേശ്യദോഷിയായി, വെറുക്കൂത്തുകാരനായി, തിന്മപ്പെട്ടവനായി ലോകം നിന്നെ വിലയിരുത്തിയെങ്കിൽ വചനം പറയുന്നു, യഹോവ പറയുന്നു, ദൈവവേദലേ, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്. 1 കൊരിന്ത്യർ 3:16, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം തിരുവെഴുത്തിൽ യഹോവയായ ദൈവം ഇങ്ങനെ കൽപ്പിക്കുന്നു, സ്വർഗീയ സുന്നകദോസ്
അനന്തരം യഹോവ നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ ഛായയിലും മനുഷ്യനെ ഉണ്ടാക്കാമെന്ന് കൽപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ തിരുവെഴുത്തിൽ നിലത്ത് പൊടി കൊണ്ട് യഹോവയായ ദൈവം ഒരു കുശവനെ പോലെ ഈ മൺകൂടാരത്തെ മെനഞ്ഞുണ്ടാക്കി അവൻ്റെ ജീവൻ്റെ ശ്വാസമാണ് എനിക്കും നിനക്കും വേണ്ടി അവൻ പകർന്നു നൽകിയത്. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ പരസ്പരം ദൈവജനം പോരടിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ മധ്യേ ഈ ദൈവത്തിൻ്റെ വിശുദ്ധ ഏവങ്കേലിയോൻ വിളിച്ചു പറയുന്നു, ദൈവത്തിന് മുഖപക്ഷമില്ല. ഏതു ജാതിയിലും ഏതു ഗോത്രത്തിലും ഏത് ഭാഷയിലും അവനെ കൈക്കൊള്ളുന്നവന് ദൈവ മകനും മകളുമാകുവാൻ അവൻ ഭാഗ്യം കൊടുത്തിരിക്കുന്നു. ഏതൊരു കാലഘട്ടത്തേക്കായാലും ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ മനുഷ്യൻ ചിത്രിക്കുമ്പോൾ ഓർക്കുക, ഞാനും നീയും ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടിയാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, മനുഷ്യൻ അറിഞ്ഞും അറിയാതെയും ദൈവ സൃഷ്ടിയായ മനുഷ്യൻ ഇന്ന് പാപത്തെ പച്ചവെള്ളം പോലെ ഊറ്റിക്കുടിച്ച് ഈ ലോകത്തിന് അനുരൂപമായി സാത്താൻ ഒരുക്കിയ പാപത്തിൻ്റെ ഗണികളിൽപ്പെട്ട് ഇന്ന് ദൈവരൂപം വിരൂപമായിരിക്കുകയാണ്. ഇന്ന് പാപകുഷ്ഠം അനേകരെ കാർന്ന് തിന്ന് ഒരസ്ഥി പഞ്ചരമായിരിക്കുന്ന അനുഭവത്തിലല്ലേ നാം ആയിരിക്കുന്നത്. ഭാര്യയും കുഞ്ഞുങ്ങളും പറഞ്ഞു, ഇങ്ങനെ ഒരു അപ്പനെ എനിക്ക് വേണ്ട. ഇങ്ങനെ മദ്യപാനിയായ ഒരു പിതാവിൻ്റെ മകനും മകളുമായി ജനിച്ചത് എനിക്ക് അപമാനമാണ്. ഭാര്യ പറയുന്നു, ഇങ്ങനെ മദ്യപാനിയായൊരു ഭർത്താവിന് എനിക്ക് ലഭിച്ചത് കൊണ്ട് ഈ മനുഷ്യൻ നഷ്ടപ്പെട്ടാലും എനിക്ക് ഭാരമില്ല. സമൂഹം നിന്നെ ഒരു മദ്യപാനിയായി മുദ്രകുത്തിയിരിക്കാം. ഇന്ന് നിനക്കാർക്കും കൊള്ളരുതാത്തവനായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവവൈതലേ, യേശു പറയുന്നു, മോനെ മോളെ, ഞാൻ നീതിമാന്മാരെ തേടിയല്ല വന്നത്, ഞാൻ പാപിയെ തേടി വന്ന കർത്താവ്. വചനം പറയുന്നു, നിന്റെ പാപം എത്ര കടും ചുമപ്പെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കും. 1 യോഹന്നാൻ 1:7. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. റോമാലേഖനം 6-ാം അധ്യായം പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ ഏകൻ്റെ അനുസരണക്കേട് മുഖേന ആദാമ്യ സന്തതി പരമ്പര മുഴുവനും സാത്താൻ്റെ കാൽ കീഴായെങ്കിൽ ഏകൻ്റെ അനുസരണം മൂലം അതേ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ജീവിതം പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം തൻ്റെ മകനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. നാം ശ്രമിക്കുന്ന ചിന്താവിഷയത്തോട് ചേർന്ന് അതേ അടിക്കുന്നവർക്ക് തൻ്റെ മുതുകും, ആമേൻ, രോമം പറിക്കുന്നവർക്ക് എൻ്റെ പ്രാണപ്രിയൻ തൻ്റെ മുഖം അവരുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. 3-ാമത്തെ ചിന്തയിലേക്ക് നാം പരിശോധിക്കുമ്പോൾ, ദൈവമക്കളെ, ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 29-30 തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ ആ കാൽവരിയിലെ പീഡാനവും ഇങ്ങനെയാണ് കാണുന്നത്. അവൻ്റെ വസ്ത്രം അഴിച്ചു, ഒരു ചുമന്ന മേലങ്കി അവനെ ധരിപ്പിച്ചു, മുള്ളുകൊണ്ടൊരു കിരീടം അവനെ ധരിപ്പിച്ച് മുള്ളുകൊണ്ടുള്ള കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു, വലത് കൈയിൽ ഒരു കോലും കൊടുത്തു. ചിന്തിച്ചു നോക്കിക്കേ, ഒരു തെറ്റും ചെയ്യാത്ത പ്രാണപ്രിയൻ്റെ ആ ശിരസിന്മേൽ അങ്കുര എന്ന് പറയുന്ന വിഷമുൾ ചെടിയുടെ മുൾക്കിരീടം, ആമേൻ, മെടഞ്ഞു വെച്ചിട്ട് നാം കാണുന്നു വലിയ കോൽ കൊണ്ട് അവൻ്റെ തലയിലേക്ക് പ്രകരിക്കുമ്പോൾ ആ മുള്ളുകൾ, ചരിത്രം ഇങ്ങനെ പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ ഒരു കണ്ണുകൂടി പുറത്തേക്ക് തള്ളപ്പെട്ട രീതിയിൽ യെശയ്യാ ക്രിസ്തുവിന് 700 വർഷം മുമ്പ് പ്രവചിച്ച 53-ാം അധ്യായത്തിൽ പറയുന്ന പോലെ അവനെ കണ്ടാൽ കോമളത്വമില്ല, അവനെ കണ്ടാൽ രൂപഗുണമില്ല, കാണുന്നവരൊക്കെയും തല മറച്ചു കടന്നു പോകുന്ന
ആ പട്ടണത്തിന് വെളിമ്പ്രദേശത്ത് ആ കാൽവരി ക്രൂശിന്മേൽ എൻ്റെ പ്രാണപ്രിയൻ അതാ ഒരു കാണുവാൻ കോമളത്വമില്ലാത്തവനായി ഭീകരരൂപിയായി ഒരു മനുഷ്യ പേക്കൂലമായി തൂങ്ങിക്കിടക്കുന്നു. ഇന്ന് നീ ഏത് പാപകുറ്റത്തിൻ്റെ അനുഭവത്തിലാണ് ഈ വചനം കേൾക്കുന്നത്? കുഞ്ഞേ, നിന്റെ മേൽ തളിച്ച് നിന്നെ ശുദ്ധീകരിപ്പാൻ എൻ്റെ കർത്താവ് തൻ്റെ ശിരസ്സും അവൻ്റെ ശരീരവും അവൻ്റെ ആ മുൾക്കിരീടം അടിച്ചിറക്കുവാൻ അവനെ തന്നെ സ്വയം താഴ്ത്തി കൊടുക്കുകയാണ്. നാലാമത്തെ തളിപ്പിനെ കുറിച്ച് നമുക്ക് അതിവേഗം ചിന്തിക്കുമ്പോൾ മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 27-ാം അധ്യായം 30-31 തിരുവെഴുത്ത്, പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലമേലടിച്ചു. 700 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചനത്തിന് നിവൃത്തിയാണ് ഗോകുൽത്താൽ നടക്കുന്നത്. കുഷ്ഠരോഗി പാപകുഷ്ഠത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ നീയുമായെങ്കിൽ എൻ്റെയും നിൻ്റെയും വീണ്ടെടുപ്പിന് വേണ്ടിയാണ് ഈ പങ്കാപ്പാടുകളേറ്റത്. ഞാൻ അതിവേഗം 5-ാമത്തെ ചിന്തയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകട്ടെ. മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 27-ാം അധ്യായം 26-ാമത്തെ തിരുവെഴുത്ത്, അങ്ങനെ അവർ അവനെ ബറാബാസിന് വിട്ടുകൊടുത്തു. ആമേൻ. അവർ ബറാബാസിനെ, നിങ്ങൾക്ക് ആര് വേണം? നസ്രായനായ യേശുവിന് വേണമോ ബറാബാസിന് വേണമോ? അവർ വിളിച്ചു പറഞ്ഞു, കൊലയാളിയുമായിരിക്കുന്ന തടവിലായിരിക്കുന്ന ബറാബാസിനെ മതി, യേശുവിനെ ക്രൂശിക്കുവാൻ. ജനത്തിൻ്റെ ആരും അനുസരിച്ച് പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാനായി ഏൽപ്പിച്ചു കൊടുത്തു. എന്നെ ശ്രവിക്കുന്ന ദൈവം മക്കളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:18, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം, നിന്റെ പാപം എത്ര കടും ചുമപ്പെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കും എന്ന് പറയുവാൻ കഴിയണമേ. ആ ഒരു തുള്ളി രക്തം, അവനിൻ്റെ മേൽ നൊഴിയ രക്തം എൻ്റെ പാപകുറ്റത്തിന് പരിഹാരത്തിനായി. സമയത്തിൻ്റെ പരിമിതിയുള്ള അച്ഛൻ പിന്നോട്ട് അതിവേഗം കടന്നു പോകട്ടെ. ശുദ്ധമുള്ള സങ്കീർത്തന പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവെഴുത്തില് അതേ പ്രവാചക ആമേൻ അതേ ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദ് ഇതാ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം പറയുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റി, അവരെൻ്റെ കൈകളും കാലുകളും കുത്തിത്തുളച്ചു. പ്രിയ ദൈവജനമേ, കാൽവരി ക്രൂശിലേക്ക് നോക്കുമ്പോൾ പച്ച പൈൻ മരത്തിൽ എൻ്റെ കർത്താവിൻ്റെ കൈകാലുകൾ വിരിച്ചു വെച്ചിട്ട് അവൻ്റെ നീളമേറിയ കാരിരുമ്പാണി അവൻ്റെ കൈകാൽ അടിച്ചിറക്കുമ്പോൾ ഓർക്കണമേ, എന്തിനാണ് ഈ രക്തച്ചൊരിച്ചിൽ? കുഷ്ഠരോഗി, നിനക്ക് പാളയത്തിനകത്ത് വരണമെങ്കിൽ നിന്റെ മേൽ 7 പ്രാവശ്യം എൻ്റെ കർത്താവിൻ്റെ രക്തം, ആമീൻ, ശുദ്ധമുള്ള പക്ഷിയുടെ രക്തം, കുരുടറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം, ആമീൻ, തളിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇന്ന് നീ ഏത് പാപാവസ്ഥയിലാണ് ഈ വചനം കേൾക്കുന്നുവെങ്കിൽ ദൈവജനമേ, അതേ ആ കർത്താവിൻ്റെ ക്രൂശിലേക്ക് വരാം. 7-ാമത്തെ ചിന്ത, പാളയത്തിനകത്ത് കുഷ്ഠരോഗി പ്രവേശിക്കണമെങ്കിൽ 7 പ്രാവശ്യമുള്ള തളിപ്പിൻ്റെ ഒടുവിലായിട്ട് ആ വേദഭാഗം കൂടി ചിന്തിച്ചച്ഛൻ ഈ ശുശ്രൂഷ വിരമിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ തിരുവെഴുത്ത്, അതേ പച്ച പൈൻ മരത്തിൽ കാരിരുമ്പാണി അടിച്ചിറക്കപ്പെട്ട് അതേ ക്രൂശിന്മേൽ അർത്ഥപ്രാണനായി കിടക്കുന്ന ആ യേശുവിൻ്റെ നടുവിലേക്ക് ഇതേ ലോഗിനോസ് എന്ന് പറയുന്ന പടയാളി, ആമീൻ, യേശു മരിച്ചോ എന്നറിയുവാൻ അവൻ്റെ കൂർത്ത കുന്തം എൻ്റെ യേശു കർത്താവിൻ്റെ ചങ്കിലേക്ക് കുത്തിയിറക്കുകയാണ്. നാം ഇങ്ങനെയാണ് വായിച്ചു കേൾക്കുന്നത്. യോഹന്നാൻ 19:34, എങ്കിലും പടയാളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ വെള്ളവും രക്തവും പുറപ്പെട്ടു. ആമേൻ, രക്തവും വെള്ളവും പുറപ്പെട്ടു. ഒരു മനുഷ്യ ജീവിതത്തിൽ അവൻ്റെ രക്തം ഒഴുകിക്കഴിഞ്ഞ് അവസാനത്തെ തുള്ളി രക്തം വരെയും ഊറ്റിയിട്ട് ഇതാ വെള്ളത്തുള്ളികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ കർത്താവ് ഈ ക്രൂശിന്മേൽ കിടന്ന് പിടഞ്ഞ് ആ ചങ്കു കുത്തിപ്പിളർന്ന് ആമേൻ രക്തമൂറ്റി തന്നത്? ദൈവമക്കളെ, ധ്യാനിക്കുന്ന ആത്മാവേ, നമുക്കൊരു നിമിഷം ആ ക്രൂശിൻ്റെ സന്നിധിയിലേക്ക് വരാം. കർത്താവിനോട് അവനാണ് ചോദിച്ചത്, കുഷ്ഠരോഗിയാ ചോദിച്ചത്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടോ എന്നെ സൗഖ്യമാക്കുവാൻ? ഇന്ന് വചനം ശ്രവിക്കുന്ന ദൈവമക്കളെ, നീ ഏത് പാപകുറ്റത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇന്ന് രാത്രി, ഏത് ശാപത്തിൻ്റെ അനുഭവത്തിലാണ് ഈ വചനം കേൾക്കുന്നെങ്കിൽ നമുക്കൊരു നിമിഷം നമ്മുടെ കർത്താവായ യേശു കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് നമ്മുടെ ശിരസ്സുകളെ നമുക്കൊന്ന് നമിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കുഞ്ഞെ, നീ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടോ? വൈദ്യശാസ്ത്രം നിന്നെ കൈവിട്ടോ? അതേ ഡോക്ടർമാർ നിന്നെ ഉപേക്ഷപത്രമാക്കി വിട്ടിട്ടുണ്ടോ? എന്നാൽ ഇന്ന് രാത്രി അനേക ദൈവമക്കൾക്ക് കർത്താവ് കൊടുക്കുന്ന വിടുതൽ
വിടുതലിനായി അച്ഛൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. ഇന്ന് നീ വിശ്വാസത്തോടെ ആ കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ ആ കുഷ്ഠരോഗി മുഴങ്കാലം മടക്കിയതുപോലെ ഒന്ന് മുഴങ്കാലം മടക്കി യേശുവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കിക്കേ. നാം വായിച്ച് കേട്ടില്ലേ, യെശയ്യാ പറയുന്നു 53, അവനെ കണ്ടാൽ രൂപഗുണമില്ല കുഞ്ഞേ, അവനെ കണ്ടാൽ കോമളത്വമില്ല ദൈവവൈതലേ. ആ മുഖത്ത് സൂക്ഷിച്ച് നോക്കിയാൽ കാർക്കിച്ച തുപ്പൽ ഉണങ്ങി പിടിച്ചിരിപ്പുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ കർത്താവിൻ്റെ ആ മുഖത്തെന്തിനാണ് ആ തുപ്പൽ വീണത്? യെശയ്യാ വിളിച്ചു പറഞ്ഞില്ലേ, തുപ്പലിന് വേണ്ടി അവൻ്റെ മുഖം. ആമേൻ. അതേ ദാവീദ് പറഞ്ഞില്ലേ, ഉഴുവുചാലുപോലെ എൻ്റെ കർത്താവിൻ്റെ തിരുമേനി. പച്ച പൈൻമരത്തിൽ അവന് കാരിരുമ്പാണി അടിച്ചിറക്കപ്പെട്ട് എൻ്റെ യേശുവിൻ്റെ കൈകളിലും കാലുകളിലും ആണി ഇറച്ചിരിക്കുന്നു. ലോകിനോസേ, നീ ഈർഷ്യയോടെ വിദ്വേഷത്തോടെ പകയോടെയാണ് നീ കുത്തിയത്. എൻ്റെ യേശു മരിച്ചോ എന്നറിയാനാ നീ കുത്തിയത്. ആ കൂർത്ത കുന്തം അവൻ വലിച്ചൂരുകയാണ്. നാം അവിടെ ഇങ്ങനെ മനോഹരമായൊരു കാഴ്ച കാണുന്നുണ്ട്. ഒരു തുണ്ട്, ആമേൻ, മാംസ കഷ്ണവും രക്തത്തുള്ളിയും അന്ധത പിടിച്ച ഒറ്റക്കണ്ണൻ പടയാളിയുടെ അന്ധത പിടിച്ച കണ്ണിലേക്ക് ആ രക്തം ഇറ്റിട്ട് വീണപ്പോൾ, രക്തം ചീറ്റിത്തെറിച്ചപ്പോൾ ആ കണ്ണിന് കാഴ്ച ലഭിച്ചു. അവൻ കണ്ണു തുറന്നിട്ട് വിളിച്ചു പറയുകയാണ്, ഇതാ സാക്ഷാൽ ദൈവപുത്രൻ. ക്രൂശിൽ വിദ്വേഷത്തോടെ കുത്തിയവനും കണ്ണിന് കാഴ്ച കൊടുത്തു. ഇന്ന് നീ ഏത് പാപ കുഷ്ഠത്തിൻ്റെ അനുഭവത്തിലാണ് കടന്നു വന്നിരിക്കുന്നത്? കുഞ്ഞെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമോ? നിന്നെ അലട്ടുന്ന രോഗമുണ്ടോ? നീ കർത്താവിൻ്റെ ക്രൂശിനുള്ള ഒരു തുള്ളി രക്തം കർത്താവിനോട് പറഞ്ഞ്, യേശുവേ, ഒരു തുള്ളി രക്തം എൻ്റെ ഉച്ചി തൊട്ടുള്ളങ്കാല് വരെ മുഴുകണമേ. വചനം കേൾക്കുന്ന ഭവനങ്ങളുടെ മേൽ, വ്യക്തി ജീവിതങ്ങൾ, രോഗികളുടെ മേൽ യേശുവിൻ്റെ കരം വെക്കണമേ. മക്കളില്ലാതെ ചില ബന്ധനങ്ങൾ കിടക്കുന്നവരെ ഇന്ന് രാത്രി യേശു ബന്ധനം അഴിക്കട്ടെ, തലമുറകളെ നൽകി അനുഗ്രഹിക്കട്ടെ. ചില കുഞ്ഞുങ്ങൾ ജോലി സാധ്യതയ്ക്ക് വേണ്ടി അയ്യം വിളിച്ച് കരയുന്നുണ്ട്. ഇന്ന് രാത്രി യേശുവിൻ്റെ രക്തം അവരുടെ ബന്ധനങ്ങളും തടസ്സങ്ങളും നീങ്ങട്ടെ. അവർ അനുഗ്രഹമായി എൻ്റെ ദൈവം അത്ഭുതം പ്രവചിക്കുവാൻ ചില വ്യക്തികൾ, ആ കുഷ്ഠരോഗി, അതേ 7 പ്രാവശ്യം അവൻ്റെ മേൽ ആ രക്തം തളിക്കപ്പെട്ടപ്പോൾ, ശുദ്ധമുള്ള പക്ഷിയുടെ, അറുക്കപ്പെട്ട പക്ഷിയുടെ രക്തം പുരോഹിതന്റെ കരങ്ങൾ തളിക്കപ്പെട്ടപ്പോൾ, അതേ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇതാ കുഷ്ഠരോഗം മാറി. അവിടെ ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. അന്ന് വരെയും അന്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ പാളയത്തിനകത്തേക്ക് അവന് സധൈര്യമായി കടന്നിടുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി നിന്നെ ശുദ്ധീകരിക്കുന്ന കർത്താവ് അവിടെ വന്നിട്ടുണ്ട്. യേശുവേ, ഒരു തുള്ളി രക്തം ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഒഴുകണമേ. രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ. നീ കൊടുത്ത വിടുതലിനായി സ്തോത്രം. വ്യാപരിച്ച ദൈവകൃപയ്ക്ക് സ്തോത്രം. യേശു ശുശ്രൂഷനെ ഏറ്റെടുത്തതിനായി സ്തോത്രം. മകുത്തമറക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തു മകൻ ഞങ്ങൾ താഴ്മയായി ചോദിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഏഴകളെ അനുഗ്രഹിക്കുമാറാകണമേ. ദൈവത്തെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ യേശു രാജാധിരാജാവിനെ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. അവൻ വരും നാളിൽ എൻ്റെ കരം പിടിച്ചു തൻ്റെ മാർവോടണച്ചിടുമേ. അവൻ വരും നാളിൽ എൻ്റെ കരം പിടിച്ചു തൻ്റെ മാർവോടണച്ചിടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി സുഘോഷിക്കും സന്തോഷത്താൽ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി സുഘോഷിക്കും സന്തോഷത്താൽ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ.
സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ, ഈ പാപത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഞങ്ങളുടെ ഉള്ളത്തിൽ വന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ വഴി നടത്തണം, ഞങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ ജയകരമായൊരു ജീവിതത്തിന് നീ ഞങ്ങളെ ഉള്ളത്തിൽ ജീവിതത്തിൽ ഉള്ളതിനായി സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. നിന്നെ ആരാധിക്കുന്ന ജനസമൂഹത്തിന്റെ ദുഃഖങ്ങളെ ഇന്നെടുത്ത് മാറ്റുവാൻ തിരുമനസ്സാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാരങ്ങളും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. എല്ലാ വേദനകളും രോഗങ്ങളും മാറട്ടെ. ക്രിസ്തു യേശുവിന്റെ സമാധാനം ഞങ്ങളിൽ വാഴട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.